അങ്ങനെ വിവിധ ഇടങ്ങളിൽ ജമ്മുവിൽ ബ്ലാക്ക് ഔട്ടാണ്, കത്വയിൽ ബ്ലാക്ക് ഔട്ടാണ്. അവിടെ കത്വയിൽ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. കാർഗിലിൽ ബ്ലാക്ക് ഔട്ടാണ്. അങ്ങനെ വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, കൂടുതൽ ഇടങ്ങളിൽ പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും പുതിയതായി അറിയുന്നത് എന്താണ്? പൂജ, കാർഗിലും അതുപോലെ തന്നെ ഭുജിലും കൂടി ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ടാണ്. അവിടെയും ഡ്രോണുകൾ കണ്ടതായിട്ടുള്ള വിവരം വരുന്നുണ്ട്. ദൃക്സാക്ഷികളുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളുടെയും നമ്മൾ ഈ ഡ്രോണുകളെല്ലാം തന്നെ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനോടകം തന്നെ നമ്മളുടെ വ്യോമ പ്രതിരോധ മിസൈലുകൾ ആക്റ്റീവാണ്. അത് ഈ കാണുന്ന ഡ്രോണുകളെല്ലാം തന്നെ നിർവീര്യമാക്കുന്നുണ്ട്, വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട്. ഇനി ഈ ഡ്രോണുകൾ അത് സർവൈലൻസ് ഡ്രോണുകളാണോ അതല്ല കില്ലർ ഡ്രോണുകൾ, അതായത് കാവിക്കസി ഡ്രോണുകളാണോ എന്നുള്ള തരത്തിലൊക്കെ തിരച്ചിലിന് ശേഷം അതിൻ്റെ മറ്റ് പരിശോധനകളും എല്ലാം തന്നെ പോകും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ജമ്മു കാശ്മീർ താഴ്വരയിൽ മാത്രം 9 പ്രകോപനം ഉണ്ടായിരിക്കുന്നു, വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നു, ഡ്രോണുകൾ വലിയ തോതിൽ ഇപ്പോഴും അയക്കുന്നു. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് പോലെയുള്ള മേഖലകളിലേക്കും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ഈ തരത്തിൽ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു തരത്തിലും പാകിസ്ഥാൻ ഈ ഒരു വെടിനിർത്തൽ കരാറിനെ ബഹുമാനിക്കുന്നില്ല. ഒരു പേരിന് മാത്രം 5 മണിക്ക് നിലവിൽ വന്നു എന്ന് പറയുന്നു. പക്ഷേ ആര്, എങ്ങനെ, ഏത് എന്നൊന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും വ്യക്തമല്ല. അവിടെ DGMO ആണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇന്ത്യയെ വിളിച്ച് സംസാരിക്കുന്നതും പിന്നീട് ഈ കരാറിലേക്കൊക്കെ പോകുന്നതും. പക്ഷേ അവിടുത്തെ സൈനികർ, അവിടെയുള്ള ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ്റെ ഉത്തരവ് പോലും എന്തായാലും ഇപ്പോൾ ബഹുമാനിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നത്. നമ്മുടെ ഭാഗത്ത് നാശനഷ്ടങ്ങളുണ്ട്. അതായത് BSF ജവാൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു, 7 പേർക്ക് പരിക്കുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ അതിർത്തിയിൽ, അതായത് പൂഞ്ച്, രജൌരി മേഖലകളിലാണ് ആദ്യം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായത്. അതായത് സ്മോൾ ആംസ് ഫയറിങ്ങും മറ്റ് വെടിവെപ്പും തുടങ്ങിയത്. അതിന് BSFനാണ് ആദ്യം തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അങ്ങനെ ഒരു മുഖാമുഖം അല്ലെങ്കിൽ നേർക്കുനേരുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ടാണെന്ന് മാത്രം BSF ഇവിടെ നിന്നും തിരിച്ചടിച്ചു തുടങ്ങി പാകിസ്ഥാൻ റേഞ്ചേഴ്സിനെ. പക്ഷേ ആ ഒരു ഏറ്റുമുട്ടലാണ് എന്ന് കരുതുന്നു. അതായത് BSF ജവാൻ ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നതും 7 പേർക്ക് പരിക്കേറ്റിരിക്കുന്നതും ശക്തമായിട്ട് തന്നെ, അതിശക്തമായിട്ട് തന്നെയാണ് നമ്മുടെ BSF തിരിച്ചടിക്കുന്നത്. അതിൽ വലിയ നാശനഷ്ടം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മൾ കാര്യങ്ങൾ തൽസ്ഥിതി തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചത്. അതായത് സൈനിക നടപടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്, മറിച്ച് ഒരു തൽസ്ഥിതി തുടർന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് നിരീക്ഷിക്കുകയായിരുന്നു. 12-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് മറ്റൊരു ചർച്ച നടക്കാനിരുന്നത് DGMO തലത്തിൽ, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് വെറും 3 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ അത് ലംഘിച്ചുകൊണ്ട്, ആ ധാരണ തെറ്റിച്ചുകൊണ്ട്, ആ ധാരണയെ ഒട്ടും ബഹുമാനിക്കാതെ യുഎസിൻ്റെ അവകാശപ്രകാരം അവരാണ് ഇതിൽ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കോ റൂബിയോയുടെയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെയും ഒന്നും വാക്കിന് യാതൊരു വിലയും നൽകാതെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. അതിന് പക്ഷേ നമ്മൾ നോക്കിയിരിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള മറുപടി, തിരിച്ചടി നൽകിയിരിക്കുന്നു. ഡ്രോണുകളെല്ലാം ഏറെ നിർണായകമായിരുന്നു. പക്ഷേ ഇപ്പോൾ സീസ് ഫയർ വയലേഷൻ വന്നൊരു സാഹചര്യത്തിൽ ആ തലത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ തുടർ നീക്കം വരാൻ പോവുക? കാരണം മുന്നോട്ടുള്ള ചർച്ചകൾ, ഇന്ന് നടക്കുന്ന ഈ വെടിനിർത്തൽ, ഈ ലംഘനത്തിന് ശേഷം നടക്കുന്ന ചർച്ചകൾ, അത് ഏറെ നിർണായകമായിരിക്കുമല്ലോ. ആ തലത്തിലായിരിക്കുമല്ലോ ഇനി മുന്നോട്ടുള്ള ഓരോ നീക്കങ്ങളെയും ഇന്ത്യ സമീപിക്കാൻ പോകുന്നത്. ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായ സ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ അത് ഡൽഹി കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ നടക്കുന്നുണ്ടോ? പൂജ, ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല. നേരത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു, അത് പൂർത്തിയായിട്ടുണ്ട്. അത് പക്ഷേ ഈ വെടിനിർത്തൽ കരാർ ധാരണയുണ്ടായതിന് പിന്നാലെ ചേർന്ന ചർച്ചകളാണ്. ഇപ്പോൾ ഇന്ത്യക്ക് എടുക്കാൻ പറ്റുന്ന നിലപാട് എന്ന് പറയുന്നത് 12-ാം തീയതി, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന DGMO തലത്തിലുള്ള ആ ഒരു യോഗം, ആ ഒരു ചർച്ചയെ കോൾ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇന്ത്യക്ക് അതിൽ പങ്കെടുക്കാതിരിക്കാം. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ ധാരണയായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പാകിസ്ഥാൻ തന്നെ ലംഘിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് 12-ാം തീയതി നടക്കാനുള്ള ആ ഒരു ചർച്ചയിൽ നിന്നും കോൾ ഓഫ് ചെയ്യാം, പിൻവാങ്ങാം, പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കാം. ഒപ്പം തന്നെ ഇന്ത്യയുടെ മറ്റ് സൈനിക നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് ഇന്ത്യ പറഞ്ഞത് തൽസ്ഥിതി തുടരുന്നു എന്നുള്ള കാര്യമാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ
നിരീക്ഷിച്ചതിന് ശേഷം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അവരവരുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതായത് വെടിനിർത്തൽ കരാർ അവർ ബഹുമാനിക്കുന്നില്ല, ഒരു ധാരണ അവർ ബഹുമാനിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പോൾ എന്തായാലും ഇന്ത്യയുടെ നടപടികളുമായി സൈനിക നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അധികാരവുമുണ്ട്, അവകാശവുമുണ്ട്. അതുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യമാണ് എന്തായാലും കാണേണ്ടത്. കാരണം നിലവിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. അതായത് ഡ്രോണുകൾ വെടിവെച്ചിടുന്നു, നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് BSFനോട് തിരിച്ചടിക്കാൻ പറഞ്ഞിരിക്കുന്നു. തിരിച്ചടി അതിശക്തമായിട്ട് തന്നെ അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ സൈനിക നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം സൈനിക നടപടികൾ ഇന്ത്യ അവസാനിപ്പിച്ചതാണ്. അതായത് സേനാ പിന്മാറ്റം ഉണ്ടായിട്ടില്ല, ഇപ്പോഴുള്ള ഡിപ്ലോയ്മെന്റുകളെ പിൻവലിച്ചിട്ടില്ല. അത് പാകിസ്ഥാന്റെ തീർച്ചയായും അർജുൻ, ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സൈനിക തലത്തിൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതാണ്. അതിനുശേഷമാണ് വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാകുന്നത്, ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും വീണ്ടും പണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ തലത്തിൽ കൂടുതൽ നടപടികളിലേക്ക് ഇന്ത്യ പോകുമോ എന്നുള്ളതും പ്രധാനമാണ്.